وصحبه أجمعين أما بعد وقد قال الله سبحانه وتعالى في كلامه العزيز بسم الله الرحمن الرحيم ويدعو الإنسان بالشر دعاءه بالخير وكان الإنسان عجولا. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ്റെ വിധി വിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ഞങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മൺമറന്നു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, നാമുമായി ബന്ധപ്പെട്ട സർവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും ജന്നാത്തുൽ ഫിർദൗസും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അമീറു ശുഅറ, കവികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന അഹ്മദ് ഷൗഖിയുടെ മനോഹരമായ ഒരു കവിതയുണ്ട്. ഒരു അമ്മക്കുരുവി കുഞ്ഞിക്കുരുവിക്ക് പറക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ആ കവിതയുടെ ഇതിവൃത്തം. കവി പറയുന്നു, റഅയ്തു ഫീ ബഅദി റിയാദി ഖുബ്ബറതൻ തുതയ്യിറു ഇബ്നഹാ ബിഅഅല അശ്ശജറതി വഹിയ തഖൂലു യാ ജമാലൽ റുശ്ശി ലാ തഅ്തമിദ് അലൽ ജനാഹിൽ ഹശ്ശി. ഞാൻ ചില തോട്ടങ്ങളിൽ പക്ഷികളെ കണ്ടിട്ടുണ്ട്. അതിൽ ഒരമ്മക്കുരുവി കുഞ്ഞിക്കുരുവിക്ക് ഒരു മരത്തിന്റെ മുകളിൽ വെച്ച് പറക്കാൻ പഠിപ്പിക്കുകയാണ്. തള്ളക്കുരുവി തന്റെ കുഞ്ഞിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, യാ ജമാലൽ ഉശ്ശി ലാ തഅ്തമിദ് അലൽ ജനാഹിൽ ഹശ്ശി. എൻ്റെ പൊന്നു കിളിയെ, നീ പറക്കാൻ പഠിക്കുമ്പോൾ നീ മുളച്ചു വരുന്ന ചിറകുകളെ പൂർണ്ണമായി നീ അവലംബിക്കരുത്. മുളച്ച് അത് മൂത്തു വരുന്നതിന് മുമ്പുള്ള ആ ചിറകുകളെ നീ അവലംബിക്കരുത്. വഖിഫ് അലാ ഊദിൻ ബിജംബി ഊദിൻ, അടുത്തടുത്ത ചില്ലകളുള്ള ഭാഗത്താണ് നീ അതിനു വേണ്ടി ശ്രമിക്കേണ്ടത്. വഫ്അൽ കമാ അഫ്അലു ഫി സഊദി, എന്നിട്ട് ഓരോ ചില്ലകളിൽ നിന്നും അടുത്തടുത്ത ചില്ലകളിലേക്ക് വളരെ പതിയെ പറക്കാൻ ശ്രമിക്കണം. فإن انتقلت من فنن إلى فنن وجعلت لكل نقلة زمني. അങ്ങനെ അമ്മക്കുരുവി തന്റെ കുഞ്ഞിക്കുരുവിക്ക് പറക്കാനുള്ള എല്ലാ പരിശീലനങ്ങളും നൽകുകയാണ്. ചെറിയ ചില്ലകളിൽ നിന്ന് അടുത്തടുത്ത ചില്ലകളിലേക്ക് ആ കുഞ്ഞിക്കുരുവി ഇങ്ങനെ പറക്കാൻ തുടങ്ങുന്നു. ഓരോ നീക്കത്തിനുമിടയിലും അല്പം വിശ്രമിച്ച് സമയമെടുത്ത് അങ്ങനെ നീ പറക്കണം. ഓരോ ചാട്ടത്തിനുമിടയിൽ ആ കുഞ്ഞ് കുറച്ച് വിശ്രമിച്ച് വായുവിൽ പറക്കവേ ചിറകൊടിഞ്ഞ് താഴേക്ക് വീരാതിരിക്കുന്നതിന് വേണ്ടി അമ്മക്കുരുവി ആ കുഞ്ഞിക്കുരുവിക്ക് ആവുന്നത്ര പരിശീലനങ്ങൾ നൽകി. പക്ഷെ കവി പറയുന്നു, ആ കുഞ്ഞ് ലാകിന്നഹു ഖദ് ഖാലഫൽ ഇശാറത ലമ്മാ അറാദ കുറച്ച് സാഹസികത മൂത്ത കുഞ്ഞായിരുന്നു ആ കുരുവിക്കുഞ്ഞ്. അതുകൊണ്ട് തന്നെ അമ്മക്കുരുവി പറഞ്ഞത് ഒട്ടും മുഖവിലക്കെടുത്തില്ല എന്ന് മാത്രമല്ല, ആ കുഞ്ഞ് ഒന്നും കേൾക്കാതെ ആകാശത്തേക്ക് പറന്നുയർന്നു. പക്ഷെ ആ കുഞ്ഞ് പറക്കാൻ ഉപയോഗിച്ച ചിറകുകൾ ഒട്ടും മൂപ്പെത്തിയിട്ടില്ലായിരുന്നു. നിലത്ത് വീണതും അതിന്റെ കാലുകൾ ഒടിഞ്ഞു. അതിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഇത്രയും പറഞ്ഞ് മഹാനായ ആ കവി അഹ്മദ് ഷൗഖി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, വലോ തഅന്ന നാലമാ തമന്ന, അത് കുറച്ച് സാവകാശം കാണിച്ചിരുന്നെങ്കിൽ, ആ പക്ഷിക്കുഞ്ഞ് ഇത്രമാത്രം ധൃതി പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അതിന് അതിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കുമായിരുന്നു. വആശതൂല ഉംരിഹി മുഹന, അഭിമാനത്തോടുകൂടി ജീവിതകാലം മുഴുവൻ ജീവിക്കുകയും ചെയ്യാമായിരുന്നു.
ലികുല്ലി ഷൈഇൻ ഫിൽ ഹയാതി വഖ്തുഹു. ജീവിതത്തിൽ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. വഗായത്തുൽ മുസ്തഅജിലീന ഫൗതുഹു. എന്നാൽ ധൃതി കാണിക്കുന്ന മനുഷ്യർക്ക് അവയെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യരിൽ മഹാഭൂരിപക്ഷം ആളുകളും അഹമ്മദ് ഷൗക്കി അദ്ദേഹത്തിന്റെ കവിതയിൽ പറഞ്ഞ കുഞ്ഞിക്കുരുവിയെ പോലെയാണ്. ചിറക് മുളയ്ക്കുന്നതിന് മുമ്പ്, ചിറക് ശക്തിപ്പെടുന്നതിന് മുമ്പ്, ആ ചിറകിന് മൂപ്പെത്തുന്നതിന് മുമ്പ് പറക്കാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് ഇന്ന് സമൂഹത്തിൽ മനുഷ്യരിൽ നമ്മൾ അധികമായി കാണുന്നത്. അങ്ങനെ ചിറക് മൂപ്പെത്തുന്നതിന് മുമ്പ് പറക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ അതേ തുടർന്ന് നിലം പതിച്ച് വീഴുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ദുസ്വഭാവങ്ങളെ എണ്ണി എണ്ണി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യന്റെ ദുസ്വഭാവങ്ങളെ കുറിച്ച് എണ്ണി എണ്ണി പറയുന്നിടത്ത് ഖുർആൻ പറയുന്ന ഏറ്റവും ഗൗരവത്തോടു കൂടി സമീപിച്ച ഒന്ന്, മനുഷ്യൻ വല്ലാത്ത ബഹളി പിടിക്കുന്നു, അവൻ വല്ലാത്ത ധൃതി കാണിക്കുന്നവനാണ് എന്നതാണ് ഖുർആൻ മനുഷ്യന്റെ ദുസ്വഭാവമായി പറഞ്ഞത്. ഖുലിഖൽ ഇൻസാനു മിൻ അജൽ. മനുഷ്യൻ ധൃതിയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. സാധാരണ അറബി ഭാഷയിൽ പ്രയോഗിക്കാറുള്ള ഒരു പദമാണത്. ഖുലിഖൽ ഇൻസാനു മിൻ കറം. ആ മനുഷ്യൻ ഔദാര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. മനുഷ്യൻ അവൻ ധൃതിയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ അസന്നിഗ്ധമായി മനുഷ്യന്റെ ദുർഗുണങ്ങളെ വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്. ഒരു വ്യക്തിയിൽ കാണുന്ന ഗുണം അത് ദോഷമാവട്ടെ അത് ഗുണകരമാവട്ടെ, അറബി ഭാഷയിൽ ഖുലിഖൽ ഇൻസാനു മിൻ കറം, മനുഷ്യൻ ഉദാരതയിലാണ് സൃഷ്ടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ധൃതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന ഒരു പ്രയോഗം തന്നെ അറബിയിലുണ്ട്. വിശുദ്ധ ഖുർആൻ ഈ ആയത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് ഖുലിഖൽ ഇൻസാനു മിൻ അജൽ, മനുഷ്യൻ അങ്ങേയറ്റത്തെ ധൃതിയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ ഒരു വൈകല്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാഭൂരിപക്ഷം ആളുകളും അവരുടെ സമീപനങ്ങളിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ, അവർ സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ, അവർ സ്വീകരിക്കുന്ന നയം എന്ന് പറയുന്നത് ധൃതി വെച്ച് പുലർത്തുക എന്നതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്. ഒരു കാര്യം അത് പാകമാവുന്നതിന് മുമ്പ്, അത് മൂപ്പെത്തുന്നതിന് മുമ്പ് ഒരു ഫലം അത് പറിച്ചെടുക്കുക, ഒരു കാര്യം അതിന്റെ സമയമാവുന്നതിന് മുമ്പേ എടുത്തുകൊണ്ട് പോവുക തുടങ്ങിയ ആശയങ്ങളെ കുറിക്കുന്ന പദമാണ് വിശുദ്ധമായ ഖുർആൻ ഉപയോഗിച്ച അൽ അജല, ധൃതി എന്ന പദം. നമുക്കൊരു തോട്ടമുണ്ട് എന്ന് വെക്കുക. ആ തോട്ടത്തിലെ ഫലങ്ങൾ മൂപ്പെത്തുന്നതിന് മുമ്പ് നമ്മൾ മുറിച്ചു കളഞ്ഞാൽ, അതിനെ പറിച്ചു കളഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക? നമ്മൾ ഇരിക്കാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുക. ഇരിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കാല് നീട്ടിയാൽ എന്താണ് സംഭവിക്കുക അന്ന് നമുക്കത് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ വീണുപോകും എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ധൃതി പിടിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും എന്നതാണ് വിശുദ്ധമായ ഖുർആന്റെ ഭാഷ്യം. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ധൃതിയെക്കുറിച്ചുള്ള ആശയം ഇമാം മനാവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഹുവൽ ഹാമിലു അലൈഹാ ബിവസ്വസതിഹി. ധൃതി എന്ന് പറയുന്നത്, വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്, അത് പിശാചിൽ നിന്നുള്ളതാണ്. ധൃതി പിടിച്ച് മനുഷ്യൻ ചെയ്യുന്ന അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആലോചിക്കാതെ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളുമായി അവൻ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അവൻ പരാജയപ്പെടും എന്നതാണ്. കാരണം അത് പൈശാചിക പ്രേരണയിൽ നിന്നുള്ളതാണ് എന്ന് ഇമാം മനാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ലാ യസാലുൽ മർഉ യജ്തനി മിൻ സമറത്തിൽ അജല അന്നദാമ. ധൃതി കാണിക്കുന്ന മനുഷ്യൻ അതിന്റെ ഫലമായി അവൻ കൊയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്, അവൻ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് ഖേദം മാത്രമാണ്, അവൻ ദുഃഖം മാത്രമായിരിക്കും അതിന്റെ പരിണിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പഴയ കാലത്തെ തത്വജ്ഞാനികളായ ആളുകൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഇയ്യാക വൽ അജല, മനുഷ്യരെ നിങ്ങൾ ധൃതിയെ സൂക്ഷിക്കണം. ഫഇന്നഹാ തുകന്ന ഉമ്മുൻ നദാമ, സങ്കടങ്ങളുടെ മാതാവ്, ദുഃഖങ്ങളുടെ മാതാവ് എന്നാണ് ധൃതിയെ അറിയപ്പെടുന്നത്.
ലിഅന്ന സാഹിബഹാ യഖൂലു ഖബ്ല അൻ യഅലം. ധൃതിയുള്ള മനുഷ്യർ അവൻ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാവുന്നതിന് മുമ്പേ അവൻ വർത്തമാനം പറയും. കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാതെ മനുഷ്യർക്ക് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കും. വയുജീബു ഖബ്ല അൻ യഫ്ഹം വയഅസിമു ഖബ്ല അൻ യുഫക്കിർ. ആഴത്തിൽ ചിന്തിക്കാതെ തീരുമാനമെടുക്കും. മഹാനായ പ്രവാചകൻ, വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്ന രണ്ട് പ്രവാചകന്മാർ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഇറാഖിൽ ഒരു പ്രദേശത്തേക്ക് പ്രബോധനത്തിന് വേണ്ടി യൂനുസ് പ്രവാചകനെ അല്ലാഹു തആല അയക്കുന്നുണ്ട്. അദ്ദേഹം പ്രബോധനം നടത്തി. വീട് വീടാന്തരം കയറി ഇറങ്ങി പകലന്തിയോളം പണിയെടുത്തിട്ടും ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നില്ല. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് വല്ലാത്ത വെപ്രാളമായി. അദ്ദേഹം കോപിഷ്ഠനായി. അദ്ദേഹത്തെ ഏതൊരു നാട്ടിലേക്കാണോ പ്രബോധന ദൗത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്, ആ നാട്ടിൽ നിന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദേഷ്യപ്പെട്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കൈകാര്യം ചെയ്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തുന്ന വേളയിൽ അവിടുത്തെ പ്രബോധന പ്രവർത്തനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തകുൻ കസാഹിബിൽ ഹൂത് ഇദ് നാദാ വഹുവ മക്ലൂം. പ്രവാചകരെ, താങ്കളുടെ ദഅവത്തിന്റെ മാർഗത്തിൽ ധൃതി കാണിക്കരുത്. താങ്കൾ സാവകാശം വെച്ച് പുലർത്തണം. താങ്കൾ ക്ഷമ കൈക്കൊള്ളണം. അവധാനത മുറുകെ പിടിക്കണം. ധൃതി കാണിച്ച ഒരു പ്രവാചകൻ താങ്കൾക്ക് മുമ്പുണ്ടായിരുന്നു എന്ന ഓർമ്മ താങ്കൾക്ക് വേണം. അദ്ദേഹത്തെ പോലെ താങ്കൾ ഒരിക്കലും ആകരുത്. വലാ തകുൻ കസാഹിബിൽ ഹൂത്. ആ മത്സ്യക്കാരനായ പ്രവാചകനെ പോലെ താങ്കൾ ആവരുത്. പ്രവാചകൻ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നടത്തിയിട്ടാണ് തന്റെ പ്രബോധന പ്രവർത്തനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ തന്റെ ദൗത്യം ഏൽപ്പിക്കുന്നത്. ഇദ് നാദാ വഹുവ മക്ലൂം ലൗലാ അൻ തദാറകഹു നിഅമത്തും മിർ റബ്ബി ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം. അദ്ദേഹം ചെയ്തത് തെറ്റായിരുന്നു. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന്റെ പേരിൽ നാം അദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നത്, ഞാൻ അദ്ദേഹത്തിന് കരുണ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു കടൽ തീരത്ത് അപമാനിക്കപ്പെട്ട് അദ്ദേഹം കടൽ തീരത്ത് കിടന്ന് മരണപ്പെട്ടേനെ, അപമാനിക്കപ്പെട്ടേനെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. വിശുദ്ധമായ ഖുർആൻ ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ആ പ്രവാചകന്റെ വീഴ്ചയെ കുറിച്ച് പറഞ്ഞപ്പോൾ, ആ പ്രവാചകന്റെ വീഴ്ചയിൽ ഏറ്റവും സുപ്രധാനമായ ഒന്ന്, അദ്ദേഹത്തിന്റെ പ്രബോധന ദൗത്യത്തെ മാരകമായി ബാധിച്ച ഒരു ദുരന്തം എന്ന് പറയുന്നത് ഖുർആൻ വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ ധൃതിയായിരുന്നു. അതുകൊണ്ട് പ്രവാചകരെ, വലാ തകുൻ കസാഹിബിൽ ഹൂത്, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ സംഭവിച്ച ആ ചെറിയ വീഴ്ച താങ്കളിൽ ഉണ്ടാവാൻ പാടില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഖദറിന്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം തുടക്കത്തിൽ തന്നെ മൂസാ നബി ഉപദേശിക്കുന്നത് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ. അല്ലയോ മൂസ, താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമയോടെ നിൽക്കാൻ സാധിക്കില്ല. എന്റെ കൂടെ യാത്ര ചെയ്യണമെങ്കിൽ അപാരമായ ക്ഷമ താങ്കൾ ആർജിച്ചെടുക്കണം. ഖദർ ഓരോന്നോരോന്ന് ചെയ്യുന്നു. 3 കാര്യങ്ങൾ ഖദർ ചെയ്തു എന്ന് സൂറത്തുൽ കഹ്ഫ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴും അപ്പോഴൊക്കെയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിളച്ചു മറിഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. അക്ഷമനായി കാണപ്പെട്ടു മൂസാ അലൈഹിസ്സലാം. അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ ധൃതിയായിരുന്നു. അവസാനം തന്റെ പ്രവർത്തനം നിർത്തി. താൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്ന് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഈ സംഭവം പരാമർശിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് വിശദീകരിച്ചു കൊടുക്കവേ പറഞ്ഞു കൊടുത്ത ഒരു പ്രസ്താവനയുണ്ട്. യർഹമുല്ലാഹു മൂസ, മൂസയ്ക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ. ലവദിത്തു അന്നഹു കാന സബറ ഹത്താ യുഖസ്സ അലൈനാ മിൻ അഖ്ബാരിഹിമാ. മൂസ അലൈഹിസ്സലാം ധൃതി കാണിച്ചതുകൊണ്ടാണ്, മൂസാ നബി വെപ്രാളം കാണിച്ചതുകൊണ്ടാണ് അദ്ദേഹം ഒന്ന് ക്ഷമിച്ചിരുന്നുവെങ്കിൽ, അദ്ദേഹം ഒന്ന് അവധാനത കാണിച്ചിരുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞ ഖദർ അലൈഹിസ്സലാം അദ്ദേഹത്തിന് സംഭവിച്ച അത്ഭുതങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമായിരുന്നു. മൂസാ നബി ക്ഷമിച്ചില്ലല്ലോ, അള്ളാഹു അദ്ദേഹത്തിന് കരുണ ചെയ്യട്ടെ. ധാരാളം അത്ഭുതങ്ങൾ അദ്ദേഹം നടത്തിയനെ. ഇദ്ദേഹത്തിന്റെ ക്ഷമ കെട്ടതുകൊണ്ടാണ്, അദ്ദേഹം ധൃതി കാണിച്ചത് കൊണ്ടാണ്
ഖാല ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, ഇനി ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല, നമ്മൾ രണ്ടും ഇനി ഒരു കാരണവശാലും ഒരുമിച്ച് മുമ്പോട്ട് പോവുകയില്ല എന്ന് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമോട് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിലപ്പോൾ നല്ല കാര്യങ്ങളുടെ പേരിലായിരിക്കും നമ്മൾ ധൃതി കാണിക്കുന്നത്. വളരെ വേഗത്തിൽ കുറെ ഖുർആൻ പഠിക്കണമെന്ന്, ഖുർആൻ ഓതണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ അതുപോലും അങ്ങനെ വേഗത്തിൽ ഖുർആൻ ഓതി പഠിക്കൽ പോലും ശരിയല്ല എന്നതാണ് ഖുർആനിന്റെ പക്ഷം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹി ഇറക്കുകയാണ്, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റസൂലിന്റെ ഭയമായിരുന്നു, ഈ ആയത്തുകളൊക്കെ ഞാൻ ഓർത്തിരിക്കുമോ, ഇതൊക്കെ ഞാൻ മറന്നു പോവുകയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേഗത്തിൽ അതുകൊണ്ട് പഠിച്ചെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചു. വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ ഓരോന്നോരായി മറന്നു പോകുമെന്ന സങ്കടം കാരണം, പേടി കാരണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാരണം വേഗത്തിൽ പഠിച്ചെടുക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഉടനെയാണ് അവതരിക്കുന്നു. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി, താങ്കൾ ധൃതി കാണിച്ച് അത് പഠിച്ചെടുക്കേണ്ടതില്ല. ഖുർആൻ ഇങ്ങനെ ധൃതി കാണിച്ച് പഠിച്ചെടുക്കേണ്ടതില്ല. അതിനുവേണ്ടി നാവുകൾ, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി, താങ്കൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി നാവുകൾ ഇങ്ങനെ വല്ലാതെ ധൃതി കാണിച്ച് വേഗത്തിൽ ചലിപ്പിക്കേണ്ടതില്ല. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന, താങ്കൾക്ക് ഇത് നൽകേണ്ട ഉത്തരവാദിത്തം, റസൂലെ താങ്കൾക്ക് ഈ വിശുദ്ധ ഖുർആനിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം, ഇത് വിശദീകരിച്ച് തരേണ്ട ഉത്തരവാദിത്തം, ഇത് ക്രോഡീകരിക്കേണ്ട ബാധ്യത, ഇതെല്ലാം എന്റെ ദൗത്യമാണ്. അതിന്റെ പേരിൽ താങ്കൾ ഒരിക്കലും ധൃതി കാണിക്കേണ്ടതില്ല പ്രവാചകരെ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ധൃതിയുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വിശദീകരിക്കുന്നിടത്ത് 4 തരത്തിലുള്ള ധൃതികൾ വിശ്വാസികൾക്ക് പാടില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്ന്, പ്രാർത്ഥിക്കുമ്പോഴുള്ള ധൃതിയാണ്. പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, ഈ പ്രാർത്ഥനകൾക്ക് റബ്ബ് ഉത്തരം നൽകുന്നില്ലല്ലോ എന്ന ആദിയോടുകൂടി പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ, ദുആഇന്റെ സന്ദർഭത്തിൽ ഒരു വിശ്വാസി ഒരിക്കലും വേഗത കാണിക്കാൻ പാടില്ല എന്നത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നു, നമസ്കാരത്തിൽ നിങ്ങൾക്ക് അവധാനത ഉണ്ടാവണം. ഒരു മനുഷ്യൻ, പ്രവാചകൻ പള്ളിയിലിരിക്കെ നമസ്കരിക്കാൻ വേണ്ടി വന്നു. ആ മനുഷ്യൻ, അദ്ദേഹം വളരെ വേഗത്തിൽ നമസ്കാരം നിർവഹിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, താങ്കൾ വീണ്ടും പോയി ആദ്യം മുതൽ നമസ്കരിക്കൂ. ആ മനുഷ്യൻ വീണ്ടും ധൃതിയിൽ നമസ്കരിച്ചപ്പോൾ രണ്ടാമതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി അയക്കുന്നുണ്ട്. മൂന്നാമതും ആ മനുഷ്യനെ മടക്കി അയക്കുന്നു പ്രവാചകൻ, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങിപ്പോയി വീണ്ടും ഒന്നുകൂടി നമസ്കരിക്കണം, നിന്റെ നമസ്കാരമായിട്ടില്ല. മൂന്നാമത്തെ തവണ ആ മനുഷ്യൻ അവധാനതയോടുകൂടി സാവകാശം സമയമെടുത്തുകൊണ്ട് മനോഹരമായി നമസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നുണ്ട്. മൂന്നാമത്തേത്, ആളുകളെ ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ, നന്മകൾ പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ അവരെ പെട്ടെന്ന് അങ്ങനെ നന്നാക്കിയെടുക്കാമെന്ന് ഭരണാധികാരികളും സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരും വളരെ അവധാനതയോട് വേണം കാര്യങ്ങളെ അവർ സമീപിക്കാൻ എന്നതാണ്. നാലാമത്തേത്, ധൃതി കൂട്ടാൻ പാടില്ലാത്ത ഇടം. ഒരു വാർത്ത നമ്മുടെ അരികിലെത്തിയാൽ ആ വാർത്തയെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി അന്വേഷിച്ചതിന് ശേഷമല്ലാതെ ഒരു വസ്തുത അത് വസ്തുതയാണ് എന്ന് ബോധ്യപ്പെടുന്നത് വരെയും അതിനെക്കുറിച്ചുള്ള അന്വേഷണമോ അതിലൊരു വിധി പ്രസ്താവമോ ഒരു വിശ്വാസിക്ക് അനുയോജ്യമല്ല. ഒരു വാർത്ത കിട്ടുമ്പോൾ അത് വളരെ പെട്ടെന്ന് വാട്സാപ്പിലൂടെ ഷെയർ ചെയ്ത് 4 ആളുകളിലേക്ക് അത് വളരെ ധൃതിയിൽ അയച്ചു കൊടുത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ പോലും മരിപ്പിക്കുന്ന നിലപാട് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്നിടത്ത്, വിവരങ്ങൾ കൈമാറുന്നിടത്ത് നാം സൂക്ഷിക്കേണ്ട ചില അവധാനതകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ധൃതി കാണിക്കേണ്ട ചില ഇടപാടുകളുണ്ട്. ഒന്ന്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യലാണ്. തൗബ ചെയ്യൽ പാപകർമ്മങ്ങൾ ചെയ്ത ഉടനെ തന്നെ ആവശ്യമായതാണ്. അൽ ഇസ്തിഅജാലു ഫി തൗബ, തൗബയിലുള്ള ഇസ്തിഅജാല് വിശ്വാസിയിൽ നിന്ന് ദീൻ ആവശ്യപ്പെടുന്നുണ്ട്. ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ കൊടുത്തു വീട്ടുന്നിടത്ത് നമുക്ക് തീർച്ചയായിട്ടും വേഗത ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ കടം വീട്ടുന്നിടത്ത് അത് അർഹമായ ആളുകളിലേക്ക് ആ കടത്ത് കൊടുത്തു വീട്ടുന്നതിൽ നമുക്ക് ധൃതി ഉണ്ടാവേണ്ടതുണ്ട്. ഫറീളത്തായ ഹജ്ജ്, ഫർളായിട്ടുള്ള ഹജ്ജ് നിർവഹിക്കുന്നതിന് അതിന് എല്ലാ തരത്തിലുമുള്ള അനുകൂല സാഹചര്യമുള്ള ആളുകൾ അത് വൈകിപ്പിക്കാൻ പാടില്ല. തഅജ്ജലു ഇലൽ ഹജ്ജി,
നിങ്ങൾ ഹജ്ജിന് ധൃതി കാണിക്കണം. അവൻ എന്തൊക്കെയാണ് തടസ്സം നിൽക്കുന്നത് എന്ന് അവൻ അറിയില്ല. ഈ 4 കാര്യങ്ങൾ ധൃതി കാണിക്കേണ്ടതും 4 കാര്യങ്ങൾ ധൃതി കാണിക്കേണ്ടാത്തതുമായ കാര്യങ്ങൾ ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ജീവിതത്തിൽ മിക്കവാറും എല്ലാ വിഷയങ്ങളിലും ധൃതി കാണിക്കുന്നവരാണ്. നമ്മൾ കുറച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും, വളരെ കുറച്ച് ആരാധനകൾ നിർവഹിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ മനസ്സിൽ എന്താണ് അള്ളാഹു എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാത്തത്? എത്ര കാലമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ രോഗം എന്താണ് മാറാത്തത്? എത്ര കാലമായി ഞാൻ കച്ചവടം ചെയ്യുന്നു, കച്ചവടത്തിൽ ഒരു അഭിവൃദ്ധിയും ഉണ്ടാവുന്നില്ലല്ലോ? എത്ര കാലമായി ഞാൻ ഒരു ജോലിക്ക് ശ്രമിക്കുന്നു, എത്രയായിട്ടും എനിക്ക് ജോലി ലഭിക്കുന്നില്ലല്ലോ? മറ്റു ചില ആളുകൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഭാര്യ 3 തലാഖും ചൊല്ലി വീട്ടിലേക്ക് പറഞ്ഞേക്കുന്ന ധൃതിപൂർവ്വം എടുക്കുന്ന ചില നിലപാടുകളുണ്ട്. ഒരാളിൽ നിന്നും എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിക്കുമ്പോഴേക്കും അയാളെ പെട്ടെന്ന് എന്തെങ്കിലും പേര് പറഞ്ഞ് മുദ്ര കുത്തുന്ന നിലപാടുകൾ, അയാളുടെ മേൽ വിധി കൽപ്പിക്കുന്ന സ്വഭാവങ്ങൾ. പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ ധൃതി കാണിക്കുന്ന ആളുകളാണ്. ധൃതി കാണിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും മുഖവിലക്കെടുക്കുന്നത് പ്രാർത്ഥനയുടെ കാര്യത്തിലാണ്. കാരണം ദുനിയാവിലെ നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും പരലോകത്തിലെ എല്ലാവിധ ആഗ്രഹങ്ങളും നമ്മൾ പൊതിഞ്ഞു വെച്ച ഒരു പട്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദുആക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ ഭൗതികമായ ആഗ്രഹങ്ങൾ നമ്മൾ പൊതിഞ്ഞു വെക്കാറുള്ളത് നാം ആകാശത്തേക്ക് ഉയർത്തുന്ന നമ്മുടെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളിലാണ്. പരലോകത്തെ സൗഭാഗ്യങ്ങളിൽ വിജയിക്കണമെന്ന ആഗ്രഹത്തിൽ പലപ്പോഴും ദുആക്കൾ നമ്മൾ ചേർത്ത് പിടിക്കാറുണ്ട്. പക്ഷേ അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതിൽ അങ്ങേയറ്റത്തെ നിരാശ ബാധിക്കുന്നവരാണ് വിശ്വാസികൾ അധിക ആളുകളും. ദുആ സ്വീകരിക്കുന്നതിന്റെ ഒന്നാമത്തെ ഉപാധി പഠിപ്പിക്കുന്നിടത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയുടെ ഉത്തരത്തിൽ ധൃതി കാണിക്കാതിരിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ദുആ സ്വീകരിക്കുന്നതിന്റെ ഒന്നാമത്തെ ഉപാധി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. യുസ്തജാബു ലി അഹദികും മാ ലം യഅ്ജൽ. നിങ്ങൾ ധൃതി കാണിക്കാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടും. നിങ്ങൾ ഒരുപാട് ദുആ ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചു കൊള്ളണമെന്നില്ല. ഉത്തരം ലഭിക്കണമെങ്കിൽ നിങ്ങൾ വേഗത കാണിക്കാതിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ എങ്ങനെയാണ് അവന്റെ ദുആയിൽ ധൃതി കാണിക്കുന്നത്? യഖൂലു ഖദ്ദഅതു റബ്ബി ഫലം യസ്തജിബ് ലി. ഞാൻ എത്രയായി പ്രാർത്ഥിക്കുന്നു, ഞാൻ എത്രയായി നമസ്കരിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും എന്നാണ് പടച്ചവൻ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഒരു മനുഷ്യന്റെ ധൃതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓരോ ഫലത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. അതെത്തുമ്പോൾ മാത്രമേ അത് മുമ്പെത്തുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അന്നം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെതായ വഴികളും അതിൻ്റെതായ സമയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഒരു സമയം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് ചിന്തിക്കുന്നതിന്റെ പിന്നിൽ അല്ലാഹുവിന് കൃത്യമായ യുക്തിബോധമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ നമുക്ക് തൃപ്തിപ്പെടാൻ കഴിയുകയുള്ളൂ. അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിന്റെ വാതിലിൽ നിരന്തരമായി നിങ്ങൾ മുട്ടിക്കൊണ്ടേയിരിക്കുക, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും. നമ്മൾ ഇഹലോകവും പരലോകവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ താരതമ്യത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെപ്പോഴും മുൻഗണന നൽകുന്നത് ഈ ദുനിയാവിനാണ്. എന്തുകൊണ്ട് നാം ഇഹലോകത്തിന് മുൻഗണന നൽകുന്നു? പള്ളിയുമായി ബന്ധപ്പെട്ട ആ കളക്ഷനിൽ ആത്മാർത്ഥമായി എല്ലാ സഹോദരങ്ങളും സഹകരിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പലപ്പോഴും മുൻഗണന നൽകാറുള്ളത് ദുനിയാവിനാണ്. എന്തുകൊണ്ട് നമ്മൾ ദുനിയാവിന് മുൻഗണന നൽകുന്നു? പരലോകത്തിന് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട്. ഇഹലോകം നമ്മുടെ മുമ്പിലാണല്ലോ ഉള്ളത്. കാത്തിരിക്കാൻ നമുക്ക് നേരമില്ല, നമുക്ക് അങ്ങേയറ്റത്തെ ധൃതിയാണ്. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പരലോകത്തെയും ഇഹലോകത്തെയും കുറിക്കാൻ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ പരിശോധിച്ചാൽ അജലത്തിൽ നിന്നുണ്ടാവുന്ന ആജിലത്ത് എന്ന പദമാണ് അല്ലാഹു തആല യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ദുനിയാവിനെ കുറിച്ച് മനുഷ്യർ ആജിലത്തിനെ ഇഷ്ടപ്പെടുന്നു. പരലോകമുണ്ട് എന്നും പരലോകം ഉറപ്പാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും ഇഹലോകത്തേക്കാൾ പരലോകത്തിന് മുൻഗണന കൊടുക്കുവാൻ സാധിക്കാത്തത് അനുഗ്രഹങ്ങളൊക്കെയും ആസ്വാദനങ്ങളൊക്കെയും എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ സാംശീകരിച്ചെടുക്കുവാനുള്ള മനുഷ്യന്റെ വ്യഗ്രതയാണ്
അവന്റെ വെപ്രാളമാണ് ഒരുപക്ഷെ പരലോകത്തെക്കാൾ കൂടുതൽ ദുനിയാവിനെ തെരഞ്ഞെടുക്കുന്നതിന് ഒരാൾക്ക് പ്രേരകമാവുന്നത്. ധൃതി കാണിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ അമലുകളെയും നശിപ്പിച്ചു കളയും. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഞങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിലാണ്. ഹത്താ ഇദാ കുന്നാ ബിമാഇൻ ഫി തരീഖ്, അങ്ങനെ ഞങ്ങൾ വഴിയിൽ ഒരു ജലാശയത്തിന്റെ അടുത്തെത്തി. തഅജ്ജല ഖൗമൻ ഇൻദൽ അസ്രി ഫതവല്ലഉ വഹും ഉജ്ജാൽ, ആളുകൾ ധൃതി പിടിച്ചിട്ട്, അസ്ർ നമസ്കാരത്തിന്റെ സമയമാണ്, ആളുകൾ ധൃതി പിടിച്ച് വുളു എടുക്കാൻ തുടങ്ങി. ധൃതി പിടിച്ച് വുളു എടുക്കുന്നു എന്നതുകൊണ്ട് പല ആളുകളുടെയും വുളു ശരിയാകുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയുടെ വെളിയിൽ നിന്ന് നോക്കിയപ്പോൾ അവിടുന്ന് ഇത് ബോധ്യപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സന്ദർഭം വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം, വഅഖാബുഹും തലൂഹു, വെള്ളം തട്ടാതെ ആളുകളുടെ മടമ്പുകൾ അതിങ്ങനെ തിളങ്ങുന്നത് ഞങ്ങൾ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, വൈലുൽ ലിൽ അഖാബി മിനൻ നാർ അസ്ബിഗുൽ വുളു, ഇത് നരകത്തിലേക്കുള്ള വുളുവാണ്. നിങ്ങൾ കൃത്യമായി വുളു ചെയ്യണം. അസ്ബിഗുൽ വുളു, നിങ്ങൾ വുളു പൂർണ്ണമാക്കണം. നമ്മൾ സാധാരണ പള്ളിയിൽ കാണാറുള്ളതാണ്, ഒരു റക്അത്ത് നഷ്ടപ്പെടും എന്ന് വിചാരിച്ച് ആളുകൾ വുളു ധൃതിയിലെടുക്കും. ഒരു റക്അത്ത് നഷ്ടപ്പെടാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമസ്കാരവും വുളുവും മുഴുവനായി നഷ്ടപ്പെടുന്നു എന്നത് ഈ ധൃതി കാണിക്കുന്ന ആളുകൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വുദിഅ അശാഉ അഹദികും വഉഖീമത്തിസ് സ്വലാത്തു ഫബ്ദഉ ബിൽ അശാഇ വലാ യുഅജ്ജിൽ ഹത്താ യഫ്റഗ മിൻഹു, നിങ്ങൾക്ക് രാത്രി ഭക്ഷണം തയ്യാറായി എന്ന് വിചാരിക്കുക. രാത്രി ഭക്ഷണം തയ്യാറായിരിക്കെ നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത്. വലാ യഅജ്ജിൽ വലാ യഅജൽ വലാ യുഅജ്ജിൽ ഹത്താ യഫ്റഗ മിൻഹു, ഭക്ഷണം കഴിച്ചിട്ട് അവർ നമസ്കാരത്തിന് പോവുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും പറഞ്ഞതിന് ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന വേളയിൽ നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് അദ്ദേഹം അനങ്ങാറുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഭക്ഷണം അദ്ദേഹം പൂർത്തീകരിക്കും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇമാമിന്റെ ഖിറാഅത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിറാഅത്ത് അദ്ദേഹം കേൾക്കാറുണ്ടായിരുന്നു എന്നുവരെ ഈ ഹദീസിനോടൊപ്പം ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു നമസ്കാരത്തിന്റെയും ഒരു വുളുവിന്റെയും മാത്രം വിഷയമല്ല. നമ്മുടെ കുടുംബ ജീവിതത്തിൽ മിക്കപ്പോഴും പരാജയം സംഭവിക്കുന്നത്, ഒരുപാട് തലാഖുകൾ വർദ്ധിച്ചു വരുന്നത്, എന്തെങ്കിലും ഒരു അനിഷ്ടം സംഭവിക്കുമ്പോഴേക്കും തലാഖിലേക്ക് കടക്കും. അനിഷ്ടം സംഭവിക്കുമ്പോൾ തലാഖ് ചൊല്ലരുത് എന്ന് മാത്രമല്ല, അനിഷ്ടം സംഭവിക്കുമ്പോൾ ഒരൊറ്റ തലാഖല്ല 3 തലാഖും ഒന്നിച്ചു വരെ ചൊല്ലുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിൽ സാർവത്രികമാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തലാഖ് 3ആയി പരിഗണിച്ച വേളയിൽ, ഇന്നന്നാസ ഖദ് ഇസ്തഅജലു ഫീ അംരിൻ കാനത് ലഹും ഫീഹി അനാതുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സാവകാശം നൽകിയ ഒരു വിഷയമാണ്, ആ വിഷയത്തിൽ നിങ്ങൾ അവധാനത കാണിക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവന ഇറക്കുന്നത്. ഒരു തലാഖ് ചൊല്ലി അതിന്റെ ഇദ്ദ കഴിഞ്ഞ് തിരിച്ചയക്കുക, അല്ലെങ്കിൽ 3 ഘട്ടങ്ങളിലായി നടക്കുക, അതിന് പകരം ആളുകൾ 3ഉം ഒന്നിച്ചു ചൊല്ലുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇത്തരം ഒരു പ്രസ്താവന നൽകുന്നത്. ഇതിനേക്കാൾ ഉപരി ദീനീബോധമുള്ള ആളുകൾ, ദീനീപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ജനങ്ങളെ ഉപദേശിക്കുമ്പോൾ, മക്കളെ ഉപദേശിക്കുമ്പോൾ, ആളുകളൊക്കെയും ഒരൊറ്റ സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് നല്ലവരായി തീരുമെന്ന ആഗ്രഹത്തിൽ ഉപദേശിക്കുന്ന ചില ഉപദേശകരുണ്ട്. ജനങ്ങളെ നന്നാക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പോലും ധൃതി കാണിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പരിശോധിച്ചാൽ കാണാം. ജനങ്ങളെ സൃഷ്ടിച്ച അല്ലാഹു പോലും ജനങ്ങളെ നന്നാക്കുന്ന വിഷയത്തിൽ അല്ലാഹു തആല പോലും ധൃതി കാണിച്ചിട്ടില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പാഠം. 23 വർഷങ്ങളിലായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അതിൽ തന്നെയും മദ്യം നിഷിദ്ധമാക്കുന്നത് ഹിജ്റ 8-ാം വർഷത്തിലാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം 21 വർഷം സഹാബാക്കൾക്കിടയിൽ മദ്യം ഉണ്ടായിരുന്നു. പലിശ നിഷിദ്ധമാക്കുന്നത് ഹിജ്റ 9-ാമത്തെ വർഷമാണ്. 22 വർഷം സഹാബാക്കൾക്കിടയിൽ ഇസ്ലാമിക സമൂഹത്തിൽ 21 വർഷക്കാലം പലിശയുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ സംസ്കരിച്ചതുപോലും വളരെ ധൃതി പിടിച്ചുകൊണ്ടായിരുന്നില്ല, ഘട്ടം ഘട്ടമായിട്ടായിരുന്നു. മദ്യനിരോധനവും പലിശ നിരോധനവും ഒക്കെ ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായി കൊണ്ടുവന്നത്. ഖാമിസുൽ ഖുലഫാഉർ റാഷിദീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിക ഖിലാഫത്തിലെ 5-ാമത്തെ ഖലീഫ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി,
അദ്ദേഹം ഭരണം ഏറ്റെടുത്തതിന് ശേഷം വളരെ സാവകാശം അദ്ദേഹം പുലർത്തി. അദ്ദേഹത്തിന്റെ ഭരണക്രമങ്ങളൊക്കെ വളരെ സാവകാശത്തിലാണ് പോയത്. ഇപ്പോൾ ഒരു സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷമുള്ള, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വളരെ പെട്ടെന്നുള്ള ബൾബിടിയിലും വളരെ പെട്ടെന്നുള്ള ഒരു പുറം തൊയ്ക്കലുമൊക്കെ നമ്മൾ നിലവിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വരെ ഉണ്ടാവണമെന്നത് വളരെ ആസൂത്രിതമായി, അതെത്ര വരെ ഉണ്ടാകുമെന്നത് നമ്മളത് കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നേതാക്കൾക്കൊക്കെ നല്ല ബുദ്ധിയും നല്ല ബുദ്ധിപൂർമ്മതയും ക്രിയാത്മകമായ പ്രവർത്തനക്ഷമതയും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വളരെ സാവകാശം പുലർത്തി. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ മലിക് പിതാവിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, യാ അബതി മാ ലക ലാ തുനഫിദ് ഫിൽ ഉമൂർ, താങ്കൾ ഒരു ഉത്തരവാദിത്തത്തിൽ കയറിയിട്ട് താങ്കൾ എന്താ ഒന്നും ചെയ്യാത്തത്? താങ്കൾ ശരീരത്തിന്റെ കൽപ്പനകൾ പോലും ഒന്നും കൃത്യമായി നടപ്പിലാക്കുന്നില്ലല്ലോ. ആ പിതാവിനോട് ഈ മകൻ ഒന്ന് പരാതി പറയുക, ഫവല്ലാഹി ലാ ഉബാലി ഫിൽ ഹഖി ലൗ ഖിൽതു ബി വബികൽ ഖുദൂർ, എന്ത് സംഭവിച്ചാലും അസത്യത്തിന്റെ കാര്യത്തിൽ ഞാനൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല പപ്പ. അബ്ദുൽ മലിക് സ്വന്തം പിതാവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ മറുപടി, ലാ തഅ്സൽ യാ ബുനൈ, മോനെ നീ ധൃതി കാണിക്കരുത്. ഫഇന്നല്ലാഹ തആല ദമ്മൽ ഖംറ ഫിൽ ഖുർആനി മറത്തൈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 2 പ്രാവശ്യം മദ്യത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തി പറഞ്ഞു. വഹറമഹാ ഫിസ്സാലിസ, മൂന്നാമതാണ് അതിന്റെ തഹരീമ് വന്നത്, മൂന്നാമതാണ് അതിനെ ഹറാമാക്കിയത്. വഅനാ ഖാഫു അൻ അഹ്മില അന്നാസ അലൽ ഹഖ് ജുംലതൻ ഫയദ്ഫഉഹു വതകൂനു ഫിത്ന, ഒറ്റയടിക്ക് ജനങ്ങൾക്ക് വേണ്ടി ശരീഅത്തിന്റെ നിയമങ്ങൾ, ഇസ്ലാമിക നിയമങ്ങൾ വളരെ പെട്ടെന്ന് ഒരു പുത്തനെത്തി ഒരു പുരപ്പുറം തൂത്താൽ വളരെ പെട്ടെന്ന് എടുത്തു പിടിച്ചൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഫിത്നയുണ്ടാവുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി അവധാനതയോടുകൂടി വളരെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനിച്ചത് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ധൃതി ഏത് വിഷയത്തിലും നമ്മെ നാശത്തിലേക്കാണ് കൊണ്ടുപിടിക്കുന്നത്. അവസാനം ധൃതി പിടിച്ച് ഒന്നും ശരിയാവാതെ വരും. കച്ചവടം പൊളിയും, കുടുംബം തകരും, ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം നഷ്ടപ്പെടും, ബന്ധങ്ങൾ വഷളാകും. അവസാനം എന്ത് സംഭവിക്കും? വിശുദ്ധ ഖുർആൻ പറയുന്നു, വയദഉൽ ഇൻസാനു ബിശ്ശർരി ദുആഅഹു ബിൽ ഖൈരി വകാനൽ ഇൻസാനു അജൂല. നേരത്തെ അല്ലാഹുവിനോട് ചോദിച്ചിരുന്ന ആ മനുഷ്യൻ, നന്മ മാത്രം ചോദിച്ചിരുന്ന മനുഷ്യൻ, നേരെ തിരിച്ച് അല്ലാഹുവിനോട് തിന്മ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ധൃതി ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കും. ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ, ഞാനും എൻ്റെ കുടുംബവും തുലഞ്ഞു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന അവസ്ഥയിലേക്ക് മനുഷ്യന്റെ പ്രാർത്ഥനകൾ ധൃതി മൂലം, അവധാനതയില്ലാത്തത് മൂലം സംഭവിച്ചു പോകുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞ ഒരു വാക്ക്, വകാനൽ ഇൻസാനു അജൂല, മനുഷ്യൻ അങ്ങേയറ്റത്തെ ധൃതിയുള്ളവനാണ്, ധൃതിയോടുകൂടിയാണ് അവൻ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ആമുഖമായി പറഞ്ഞു വെച്ച അമീർ ശുഅറ അഹ്മദ് ഷൗക്കിയുടെ കവിത ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വലൗ തഅന്നാ നാലമാ തമന്ന, ഉറച്ച് കാര്യങ്ങൾ ചിന്തിച്ച്, പരിണിതികൾ ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയും. ഒരു പോറൽ ഏൽക്കാതെ നമുക്ക് അഭിമാനബോധത്തോടു കൂടി ജീവിക്കാൻ കഴിയും. ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ അവൻ്റെതായ ഒരു സമയം തെളിഞ്ഞു വരുന്ന ഒരു സമയമുണ്ട്. ധൃതി കാണിക്കുന്നവർക്ക് ആ സമയവും നഷ്ടപ്പെടും. ജീവിതത്തിൽ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് കഴിഞ്ഞ ദിവസം നമുക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമുക്കൊരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കച്ചവടം അത് ലാഭകരമാകണമെങ്കിൽ അല്ലാഹു തആല ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. രോഗം അത് മാറണമെങ്കിൽ നമ്മൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല, അല്ലാഹു തആല അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കിടക്കുകയാണ്. ഒരാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിവരം, കൂടെ കിടക്കുന്ന സഹതടവുകാരൻ പുറത്തിറങ്ങുന്ന വിവരം അദ്ദേഹം എങ്ങനെയോ അറിയുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ആഗ്രഹിക്കുന്നുണ്ട്. ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്ന മനുഷ്യനോട് യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞത്, വഖാല ലില്ലദീ വന്ന അന്നഹു നാജിൻ മിൻഹു മദ്കുർനി ഇൻദ റബ്ബിക്, നിന്റെ സയ്യിദിന്റെ അടുക്കൽ, നിന്റെ യജമാനന്റെ അടുക്കൽ എന്റെ കാര്യം ഒന്ന് നീ ബോധ്യപ്പെടുത്തണം. നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിൽ മോചിതനാകുന്ന സഹതടവുകാരനോട് തന്റെ കാര്യം കൂടി രാജാവിനോട് പറയണമെന്ന് പാപം യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞത്. പക്ഷെ അല്ലാഹു തആല അദ്ദേഹത്തെ മറപ്പിച്ചു കളഞ്ഞു.
ഫലബിസ ഫിസ്സിജ്നി ബിദ്അ സിനീൻ. യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹം തീരുമാനിച്ച ഒരു സമയം വരെ, ആ സമയം വരെ അദ്ദേഹം ജയിലിൽ കിടന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ച സമയങ്ങൾ, ആ സമയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാനുള്ള ഈമാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. നമ്മുടെ രാജ്യം അതീവ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിനരാത്രങ്ങളും നമ്മിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന്റെ കീഴിൽ പോലും ഇന്ന് 3000-ഓളം ദലിത് മുസ്ലിമീങ്ങളെ ഒരൊറ്റ രാത്രി കൊണ്ട് അവരെ പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിന് ഒരു സമയം വരാനുണ്ട്. ഞങ്ങളുടെ അവധാനതയും ഞങ്ങളുടെ കാത്തിരിപ്പും കഴിഞ്ഞ് ഞങ്ങളുടേതായ ഒരു സമയം, മുസ്ലിം ഉമ്മത്തിൻ്റെതായ ഒരു സമയം, ഇസ്സത്തോടുകൂടിയുള്ള സമയം വരാനുണ്ട് എന്ന ഈമാനോടുകൂടി മുമ്പോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സമരോത്സുക സജ്ജരായി നിലനിൽക്കുന്ന, ഇസ്സത്തോടുകൂടി അഭിമാനബോധത്തോടുകൂടി നിലനിൽക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെവരെയും സ്വീകരിക്കുമാറാവട്ടെ. ദീനിന്റെ മാർഗത്തിൽ ഇസ്സത്തോടുകൂടി നിലകൊള്ളാൻ അല്ലാഹു തആല മരണം വരെയും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോൾ